ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജു ടോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ DHSൻ്റെ അണ്ടറിൽ വരുന്ന GNM കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടോളൂ. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന നഴ്സിംഗ് സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കോഴിക്കോടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അപ്പോൾ ആ കോഴിക്കോട് നഴ്സിംഗ് സ്കൂൾ നിങ്ങളുടെ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള നഴ്സിംഗ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതവിടെ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ പേര് മലയാളത്തിൽ ഇംഗ്ലീഷിലാണ്. ആരാണ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ പേര് ആദ്യം മലയാളത്തിൽ എഴുതുക, പിന്നെ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നിങ്ങളത് ബ്ലോക്ക് ലെറ്റേഴ്സിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ചിലവർ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കൂട്ടി എഴുതുന്നതൊക്കെ അവർക്ക് മനസ്സിലാകാണ്ട് വരും. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ എഴുതണം. പിന്നെ ഏജ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതുക. പിന്നെ നിങ്ങളുടെ ഗാർഡിയൻ്റെ പേര്, ആപ്ലിക്കേഷൻ അയക്കുന്ന ആളും പിന്നെ ഗാർഡിയൻ തമ്മിൽ എന്താണ് റിലേഷൻ അതവിടെ എഴുതുക. അപ്പോൾ നിങ്ങളുടെ പാരൻറ്റിൻ്റെ കൊടുക്കുന്നതിന് ഫാദർ അല്ലെങ്കിൽ മദർ, ചിലർ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്താ റിലേഷൻ വെച്ചാൽ അതവിടെ എഴുതണം. അടുത്തത് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എഴുതണം. പിന്നെ അതിൻ്റെ താഴെ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും. ഈവൻ ഇഫ് അത് നിങ്ങൾ രണ്ടും സെയിം അഡ്രസ്സ് ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾ രണ്ട് കോളത്തിൽ നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ 2 നമ്പർ കൊടുക്കുന്നതാണ് നല്ലത്. ഞാനെപ്പോഴും അത് നിങ്ങൾ 2 നമ്പർ കൊടുക്കാൻ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഒരു നമ്പറിൽ വിളിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാമല്ലോ. വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പർ ആയിരിക്കണം കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ റിലീജിയനും അതുപോലെ തന്നെ കാസ്റ്റും അതവിടെ മെൻഷൻ ചെയ്യുക. ഇനി വരുന്നത് സംവരണ വിഭാഗം. നിങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ വരുന്നത് ആ കാറ്റഗറി അവിടെ ടിക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ജെൻഡർ, നിങ്ങളുടെ ജെൻഡർ അവിടെ ടിക്ക് ചെയ്യുക. അടുത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടെയുള്ള സയൻസ് എടുത്തവരാണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീംസ് എടുത്തവരാണെങ്കിൽ രണ്ടാമത്തേൽ ടിക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ANM കംപ്ലീറ്റ് ചെയ്ത രജിസ്റ്റേർഡ് നഴ്സുമാരാണെങ്കിൽ അവിടെ മൂന്നാമത്തെ ഓപ്ഷനവിടെ ടിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് അവിടെ മെൻഷൻ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഒരു ഫോർമാറ്റ് എക്സാമ്പിളായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ +2 ഇപ്പോൾ സയൻസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പിന്നെ ഇംഗ്ലീഷ്, അതിൻ്റെ 3ൻ്റെ മാർക്സ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ അത് ടോട്ടൽ എത്ര മാർക്കിലാണ് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണ് അല്ല മാർക്ക്, പിന്നെ ഗ്രേഡ് അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ താഴെ ആകെ അതിൻ്റെ ടോട്ടലായിട്ടുള്ള എത്ര മാർക്സാണ് കിട്ടിയത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാൻ. പിന്നെ അതിൻ്റെ താഴെ യോഗ്യതാ പരീക്ഷ നിങ്ങൾക്ക് ആകെ ലഭിച്ച മാർക്കിൻ്റെ ശതമാനം പെർസെൻറ്റേജ് അവിടെ എഴുതണം. പിന്നെ എഴുതേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ആ കോളത്തിൽ എഴുതണം. നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കോപ്പിയാണ് സമർപ്പിക്കേണ്ടത്. ഒറിജിനൽ ആരും സമർപ്പിക്കരുത്. അത് ഇൻ കേസ് അത് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരു നഴ്സിംഗ് സ്കൂളും അല്ലെങ്കിൽ ഒരു ഓഫീഷ്യൽസും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പിന്നെ താഴെ അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ. ആകെ അടച്ച തുക 250 രൂപയാണ്. SC/ST കാറ്റഗറീസിന് 75 രൂപയാണ്. അതവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ താഴെ അതിൻ്റെ എഴുതേണ്ടത് ട്രഷറിയുടെ പേര്, ചലാൻ നമ്പർ, പിന്നെ ഏത് പേയ്മെൻറ്റ് നടത്തിയ ആ ഡേറ്റ് അതേതാണോ അതവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ അറ്റ് ലാസ്റ്റ് ഡിക്ലറേഷൻ ആണ്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ പേര് എഴുതുക. എന്നിട്ടത് വായിച്ചിട്ട് പിന്നെ താഴെ പ്ലേസും അതുപോലെ തന്നെ ഡേറ്റും നിങ്ങളിത് എന്നാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നത് ആ ഡേറ്റ് ആട്ടോ എഴുതേണ്ടത്. പിന്നെ അപേക്ഷകൻ്റെ ഒപ്പം, ആപ്ലിക്കൻറ്റിൻ്റെ ഒപ്പം, പിന്നെ രക്ഷകർത്താവിൻ്റെ ഒപ്പം നിങ്ങൾ ഫസ്റ്റ് പേജ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഗാർഡിയൻ ഉണ്ടല്ലോ അതാരാണെന്ന് വെച്ചാൽ അവരുടെ ഒപ്പാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. പ്രോസ്പെക്ടസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെൻ്റെ പേഴ്സണലായിട്ടുള്ള ടെലഗ്രാം ചാനലിൽ നോക്കി അഡ്മിൻ എന്ന ഇതിനകത്തേക്ക് പ്രൊഫൈലിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.